ഞാൻ ചവിട്ടി നിൽക്കുന്ന മണ്ണിന്റെ ബന്ധമാണ് എന്റെ ധൈര്യം. ഈ മണ്ണിൽ പകർന്നുകൊണ്ട ശ്വാസമാണ് എന്റെ പൈതൃകം. ആ ശ്വാസത്തിൽ ഈ മണ്ണിൽ തീർന്ന ഭൂമിട്ടാണ് എന്റെ വാസ്തവൻ പൈതൃകം. ആ ഭൂമിട്ടുകളിൽ വിടുന്ന നിർമ്മലമാണ് എന്റെ സഭ, എന്റെ പരിശുദ്ധ സഭ, എന്റെ മകന്റെ സഭ. ആത്മാഭിമാനമുള്ള മകന്റെ നസ്രാണികളുടെ സ്വത്വബോധത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പൈതൃകമാണ് കാതോലിക്ക്. ഞാൻ പിറന്ന മണ്ണാണെന്റെ സ്വത്വം. ഞാൻ ചവിട്ടി നിൽക്കുന്ന മണ്ണിന്റെ ബന്ധമാണ് എന്റെ ധൈര്യം. എന്റെ മകന്റെ സഭ. ജയ് ജയ് കാതോലിക്കോസ്, ജയ് ജയ് കാതോലിക്കോസ്, ജയ് ജയ് കാതോലിക്കോസ്. ആദരണീയമായി കാതോലിക്ക ദിനത്തിന്റെ പതാക വന്യ വൈദികർ ചേർന്ന് ഇപ്പോൾ ഇവിടെ ആഘോഷമായി പ്രാർത്ഥനയോടെ ഉയർത്തുന്നു. ഈ കാതോലിക്ക ദിന പതാക ഉയർത്തുന്നത് സഭയുടെ കൊമ്പ് ഉയരുക എന്ന പ്രയോഗം നമുക്കറിയാം. സഭ അതിൻ്റെ ദൗത്യ നിർവഹണത്തിലും അതിൻ്റെ സ്വത്വ സംരക്ഷണത്തിലും സത്യവിശ്വാസ സംരക്ഷണത്തിലും അതിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വയംഭരണത്തിൻ്റെയും സംരക്ഷണത്തിലും ദൈവകൃപയിൽ മുന്നോട്ട് പോകുന്നതിനും പരിശുദ്ധ പിതാക്കന്മാരിലൂടെ എന്ത് ത്യാഗവും സഹിക്കുവാൻ നമ്മുടെ സഭയുടെ പൂർവ്വപിതാക്കന്മാരും സഭയുടെ ഇന്ന് നേതൃത്വം നൽകുന്ന പരിശുദ്ധ ബാബാ തിരുമേനിയും മറ്റു പിതാക്കന്മാരും അടങ്ങുന്ന എല്ലാവരോടും ഒപ്പം മലങ്കര സഭയുടെ മക്കളെല്ലാം ഉണ്ട് എന്നൊരു മൗനമായ പ്രതിജ്ഞയാണ് ഈ കൊടി ഇവിടെ ഉയർത്തുന്നതോടുകൂടെ നമ്മൾ നടത്തുന്നത്. സ്വർഗത്തിൽ ഭൂമിയിൽ ഇപ്പോൾ കാതോലിക്ക ദിന പ്രതിജ്ഞ ഇടവക ട്രസ്റ്റി ശ്രീ സുനിൽ കോശി മാത്യൂസ് ചൊല്ലിത്തരുന്നതാണ്. നാം ഏവരും അത് ഏറ്റുപറയുക. കർത്താവിന്റെ സഭയാകുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയിലെ അംഗമാകുന്നു. ഇന്ത്യയിൽ ഈ സഭ സ്ഥാപിച്ചത് കർത്താവിന്റെ ശിഷ്യനായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായാണ്. സത്യവിശ്വാസം ഭംഗം
കൂടാതെ കാക്കുന്ന എന്റെ സഭയുടെ മഹത്തായ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. സഭയ്ക്ക് ദൈവം നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായ കാതോലിക്ക സിംഹാസനത്തോടും അതിൽ വാണരുളുന്ന പരിശുദ്ധ കാതോലിക്ക ബാവ മോഹൻമാർ ബസേലിയോസ് മാത്യൂസ് തിരുമേനിയോടും ഇടവക മെത്രാപ്പൊലീത്ത അഭിവന്യ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനിയോടും സഹായ മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ തിയോഫിലോസ് തിരുമേനിയോടും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോദോസിനോടും സുന്നതോസ് അംഗങ്ങളായ എല്ലാ തിരുമേനിമാരോടുമുള്ള ഭക്തിയും കൂറും ഞാൻ ആവർത്തിച്ചുറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. ഞാൻ എന്റെ സഭയെ സ്നേഹിക്കുന്നു. ഞാൻ എന്റെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്ത് ത്യാഗവും സഹിച്ചു. ഞാൻ എന്റെ സഭയുടെ അഖണ്ഡതയും സ്വാതന്ത്ര്യവും എന്നും കാക്കുമെന്നും ഉറക്കെ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. മർത്തോമാ സിംഹാസനം നീണാർവാഴട്ടെ. ജയ് ജയ് കാതോലിക്കോസ്. ജയ് ജയ് കാതോലിക്കോസ്. ജയ് ജയ് കാതോലിക്കോസ്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കാതോലിക്ക സന്ദേശം നൽകുന്ന ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ ജോസി ജയരാജൻ, അസിസ്റ്റന്റ് ഫാദർ ഷെൻ തോമസ് അച്ഛൻ, റെസ്പെക്ടഡ് ട്രസ്റ്റി സെക്രട്ടറി, സഭ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, IDCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ, ഈ യോഗത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഏവരുമായി എല്ലാവർക്കും പത്രനാമത്തിൽ തോന്നാൻ എന്റെ കർത്താവ് എന്റെ ദൈവമേ എന്ന വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ ഭാരതത്തിൽ ക്രിസ്തു സഭ സ്ഥാപിച്ച മർത്തോമാ ശ്ലീഹായുടെ പിന്തുടർച്ചക്കാരായ നമ്മുടെ സ്വന്തബോധത്തിന്റെയും സ്വയംഭരണാവകാശത്തെയും ഊട്ടിയുറപ്പിക്കുന്ന ദിനമാണല്ലോ ഇന്ന്. തികച്ചും ഭാരതീയമായ ഈ സഭയിൽ അനേകം വിദേശ ശക്തികൾ നമ്മുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്തപ്പോൾ പതറവാദ മുന്നേറിയ പിതാക്കന്മാരുടെ പിന്തുടർച്ചക്കാരായതെന്ന് നമുക്ക് അഭിമാനിക്കാം. സഭയെ നയിച്ച പിതാക്കന്മാരെ നന്ദിയോടെ സ്മരിക്കാം. പുതിയ തലമുറയിലേക്ക് നമ്മുടെ പൈതൃകം കൈമാറാം. The Catholic Malankara was established as a symbol of apostolic heritage, identity, indigenous character of the church. The Sabadinam or Catholic Day is a glorious day when the church as a whole recollects the value and relevance of the Catholic and prayers for the church. 1912 കാതോലിക്കേറ്റ് പ്രസ്താവിതമായപ്പോൾ മുഴുവൻ ഭൂദേശ മേൽപ്പട്ടക്കാരെ വാഴിക്കാൻ തുടങ്ങിയിട്ടുള്ള സ്വാതന്ത്ര്യം എന്നിവ കാതോലിക്കേറ്റ് സ്ഥാപിതമായി. ഈ സഭയിൽ നയിക്കുവാൻ ഒരു ശക്തമായ നേതൃത്വവും പരിശുദ്ധ സുന്നതോസും ജനാധിപത്യം ഊട്ടിയുറപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് സംവിധാനമുണ്ട്. അതുകൂടാതെ ഭാരതത്തിന്റെ പരമോന്നത കോടതിയിൽ ഭരണതന്ത്രജ്ഞന്മാരും മാനവർക്ക് വേണ്ടി ഒരു ഭരണഘടനയും നോക്കുന്നുണ്ട് എന്ന് നമുക്ക് അഭിമാനത്തോടെ അവകാശം നൽകുന്നു. സഭയ്ക്ക് നേതൃത്വം നൽകുന്ന പരിശുദ്ധ മോഹൻമാർ ബസേലിയോസ് മാത്യൂസ് തുര്യൻ കാതോലിക്ക ബാവയോട് പരിശുദ്ധ സുന്നതോസിനോടുമുള്ള ബഹുമാനം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ മഹനീയ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ വികാരി ബഹുമാനപ്പെട്ട ഫാദർ ഗീവർഗീസ് എബ്രഹാം അച്ഛനെ ഹാർദവമായി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മുഖ്യ സന്ദേശം നൽകുന്ന പല ലോകോത്തര വേദികളിലെ പരിശുദ്ധ സഭയെ പ്രതിനിധാനം ചെയ്യുന്ന വൈദികനും മികച്ച അധ്യാപകനും നാറ്റോ സെമിനാരി പ്രിൻസിപ്പളുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസി ജേക്കബ് അച്ഛനെ സസന്തോഷം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇടവകയുടെ അസിസ്റ്റന്റ് ഫാദർ ഷെന്തോസ് അച്ഛനെ ഈ യോഗത്തിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇടവകയുടെ ട്രസ്റ്റി ശ്രീ സുനിൽ കോശി, സെക്രട്ടറി ശ്രീ റോജൻ ഫിലിപ്പ് എന്നിവരെയും ഈ യോഗത്തിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. സഭയുടെ മാനേജിംഗ് കമ്മിറ്റി ഇടവക പ്രദാനം ചെയ്യുന്ന ശ്രീ KV മാത്യു, ശ്രീ വിജു സാമുവൽ എന്നിവരെയും ഹാർദവമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. IDCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിരിക്കുന്ന ശ്രീ ജോൺ കുര്യാക്കോസിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, എക്സ് ഒഫീഷ്യോ, ഓഡിറ്റർ, സഭ അസോസിയേഷൻ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, വാർഡ് പ്രയർ കോർഡിനേറ്റർ, അസിസ്റ്റന്റ് കോർഡിനേറ്റേഴ്സ്, സ്പിരിച്വൽ ഓർഗനൈസേഷൻ ഭാരവാഹികൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ,
കുട്ടികൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് അവരുടെ ദൈവം അനുഗ്രഹിക്കട്ടെ. ജയ് ജയ് കാതോലിക്കോസ്. വേദിക പുരുഷരായ മഹത്വത്തികളെ കർത്താവിനെപ്പെട്ട പ്രിയ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുങ്ങളുടെ സ്നേഹവന്ദനം. പരിശുദ്ധ സഭ കാതോലിക ദിനമായി ആചരിക്കുകയാണ്. പരിശുദ്ധ സഭയുടെ മഹിമ ഉയർത്തിപ്പിടിക്കുന്ന സന്തോഷത്തിന്റെ വലിയ ദിനമാണ്. പരിശുദ്ധ സഭയിൽ നാം സഭയിലായിരിക്കുമ്പോൾ പരിശുദ്ധ സഭയുടെ മക്കളാകുന്ന നാം ഓരോരുത്തരുടെയും വലിയ ഉത്തരവാദിത്വവും വലിയ കടമയുമാണ് ഇന്നത്തെ ദിവസം അതിശ്രേഷ്ഠതയോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുന്നതോടുകൂടി സഭയിൽ പങ്കാളികളാകുക, സഭയ്ക്ക് വേണ്ടി ജീവിക്കുക എന്നത്. ഇന്ന് സമൂഹത്തിൽ വന്നിരിക്കുന്ന കുറവുകൾ ഒന്ന്, സഭയ്ക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തിത്വങ്ങൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ പിതാക്കന്മാരും വൈദികരും സഭാവിശ്വാസികളും സഭയ്ക്ക് വേണ്ടി ജീവിച്ച് സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചത് മൂലം ഈ സഭയുടെ വീര്യമൂല്യം കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചുവെങ്കിൽ ഇന്ന് പലതും നമ്മുടെ സഭയിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മടങ്ങി വരവിലേക്ക് നമുക്ക് ആവശ്യമായിരിക്കുകയാണ്. ഇന്ന് സമൂഹത്തിൽ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുടെ അൽപ്രസരം മൂലം നാം പലപ്പോഴും അറിഞ്ഞുമറിയാതെയും സഭയ്ക്കെതിരെ ക്രിറ്റിസിസങ്ങൾ പരത്തുമ്പോഴും സഭയ്ക്കെതിരെ ആവശ്യമില്ലാത്ത കാര്യങ്ങളുമെല്ലാം പറയുമ്പോഴും നാം അറിഞ്ഞിരിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. സഭാവിശ്വാസിയ നമ്മുടെ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്, ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പരിശുദ്ധ അഭിനന്ദനീയമായും വൈദിക ശ്രേഷ്ഠം മുന്നിൽ നിന്ന് സഭയെ നയിക്കുമ്പോൾ ഞങ്ങളുടെ പിന്നിൽ നിന്ന് പ്രാർത്ഥനയുടെ വലിയ ബലം ലഭിക്കുമ്പോഴാണ് ഈ സഭ അനുഗ്രഹിക്കപ്പെട്ട സഭയായി മാറുന്നത്. ഈ കാതോലിക്ക ദിനാചരണത്തില് ആചരണങ്ങളെല്ലാം അതിശ്രേഷ്ഠത നടക്കുമ്പോഴും പ്രധാനമായിട്ടും നാം അടിവരയിട്ട് ചിന്തിക്കേണ്ടതും അടിവരയിട്ട് പ്രവർത്തിക്കേണ്ടതുമായ പ്രധാന സംഗതികളൊന്നാണ് ഈ സഭയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമ്മുടെ കുടുംബജീവിതത്തിലെ ഓരോ ദിവസത്തെയും പ്രാർത്ഥനകളിൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ഓരോ സഭാ സ്നേഹികളുടെയും കർത്തവ്യവും കടമ. സഭ മനുഷ്യനെ ദൈവത്തിലേക്ക് യോജിപ്പിക്കുന്ന വലിയൊരു പാലമാണ്. സഭ മനുഷ്യനെ ദൈവത്തിലേക്ക് യോജിപ്പിക്കുന്ന, ദൈവത്തെ ഘടിപ്പിക്കുന്ന വലിയൊരു പാലമാണ്. ഈ പാലത്തിന് കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് നികത്തുവാൻ വിശ്വാസികളെ നമുക്ക് ബാധ്യസ്ഥരാണ്. ഈ പാലത്തിലൂടെ ദൈവത്തിലേക്ക് കടക്കുവാൻ, ദൈവത്തെ ദർശിക്കുവാൻ, ദൈവത്തിലേക്ക് അയത്തിരുവാൻ നമുക്കൊരുക്കും സാധിക്കണം ഓർമ്മിച്ചുകൊണ്ട് കാതോലിക്ക ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഈ സമയത്ത് നേർന്നുകൊണ്ട് ഞാൻ കർത്തവ്യത്തിൽ ലഭിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. കാതോലിക്കരുടെ സന്ദേശം നമുക്ക് നൽകുവാനായി ദാൽപൂർ വൈദിക സെമിനാരി പ്രിൻസിപ്പലായ റോഡ് ഫാദർ ഡോക്ടർ ജോസി ജേക്കബ് അച്ഛനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വേദിയിൽ ഉപസ്ഥിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, കർത്താവിൽ സ്നേഹിതരായ എല്ലാവരും, വലിയ സന്തോഷത്തിന്റെ നിറവിലാണ് നാം നിൽക്കുന്നത്. ഇതിലൂടെ കാതോലിക്ക ദിനം മലങ്കര സഭയുടെ സ്വത്വം, സത്യവിശ്വാസം, സ്വത്വം, സ്വയംഭരണം, സ്വയംശീർഷകത്വം ഇവയൊക്കെ സംരക്ഷിക്കുന്നതിൻ്റെ പ്രതീകമായി വലിയ ഉത്തരവാദിത്വത്തോടെ നിൽക്കുന്ന കാതോലിക്ക എന്ന പ്രധാന സ്ഥാപനം. കാതോലിക്ക ദിനം എന്ന സഭാദിനം തന്നെയാണ് നമുക്കറിയാം. മലങ്കര സഭയുടെ ചരിത്ര നാൾവഴികൾ നോക്കിയാൽ, ചരിത്രം പരിശോധിച്ചാൽ ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തോട് അതിന് വളരെയേറെ സാമ്യമുണ്ട്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, വിളിച്ചു വേർതിരിക്കപ്പെട്ട ജനതയായി മാറിയ ഇസ്രായേൽ തുടർച്ചയായി വിദേശാധിപത്യങ്ങളോട് എതിരിടേണ്ടി വന്നു.
Egyptians, Babylonians, Persians, Greece, Romans, അങ്ങനെ നീണ്ടതിന് നിലയുണ്ട്. ഈ പ്രതിസന്ധികളിലൊക്കെ കടന്നുപോയപ്പോൾ ദൈവം തമ്പുരാൻ അവരെ നയിക്കുവാൻ നിയോഗിച്ച നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ പ്രതിസന്ധിയായി ഈജിപ്തിൽ നിന്ന്, അതിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരാകേണ്ടി വന്നപ്പോൾ ദൈവം മോശയെ നിയോഗിച്ചു. മോശയുടെ നിയോഗത്തിൽ 3 പ്രധാന കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഇസ്രായേലിന്റെ സത്യവിശ്വാസവും സത്യ ദൈവത്തെ ആരാധിക്കുന്നതും സംരക്ഷിക്കുക. സത്യവിശ്വാസവും സത്യദൈവത്തെ ആരാധിക്കുന്നതും സംരക്ഷിക്കുക ഒന്നാമതായിട്ട് മോശയുടെ ദൗത്യമായിരുന്നു. രണ്ടാമത്, ഇസ്രായേൽ ജനതയുടെ സ്വത്വം, ഐഡന്റിറ്റി ആൻഡ് ഐഡന്റിറ്റി കോൺഷ്യസ്നസ്, to protect the identity and identity consciousness of the Israeli people. That is the second assignment given by God to Moses. മൂന്നാമത്തേത്, ഇസ്രായേലിന്റെ സ്വയം ഭരണം സംരക്ഷിക്കുക, ദൈവനിവേശിതമായി ഇസ്രായേലിനെ നയിക്കുക എന്നുള്ളത്. ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യവും സ്വയം ഭരണവും സംരക്ഷിക്കുക. ഈ 3 കാര്യങ്ങളാണ് മോശയെ ദൈവം വിളിച്ച് നിയോഗിച്ചത്. ഈ കാര്യങ്ങൾ തന്നെയാണ് മലങ്കര സഭയുടെ ചരിത്രത്തിലൂടെ സഭയെ നയിച്ച പിതാക്കന്മാരെ നേരിടുന്ന ദൗത്യം. മലങ്കര സഭയിൽ അതിശക്തമായ വിദേശ ആധിപത്യത്തിനും വിദേശ മേൽക്കോയ്മകൾക്കുമുള്ള പരിശ്രമങ്ങൾക്ക് അടിമയായി പോയിട്ടുണ്ട്. നമുക്കറിയാം, പലപ്പോഴും ചരിത്രം എന്ന് പറയുമ്പോൾ അത് ഈ ഒരു ടൈം ഫ്രെയിം, ഒരു വർഷങ്ങളുടെ ക്രമത്തിൽ അല്ലെങ്കിൽ ടൈം ഫ്രെയിമിനകത്ത് ഷെയർ ചെയ്യുന്ന കുറച്ച് ഇവന്റ്സിന്റെ നറേഷൻ മാത്രമാണ് വരുന്നത്. ചരിത്രം, ഹിസ്റ്ററി ഈസ് ദ മെമ്മറി ഓഫ് ദ ചർച്ച്. ഒറ്റവാക്ക് ഞാൻ പറയുക, ഹിസ്റ്ററി ഈസ് ദ മെമ്മറി ഓഫ് ദ ചർച്ച്. ചരിത്രം സഭയുടെ ഓർമ്മയാണ്. അതിന് കൃത്യമായി ഇവന്റ്സിന്റെ നറേഷൻസ് അല്ല, അതിനപ്പുറത്ത് ജീവനുള്ള എല്ലാ കാലത്തും കനൽ പോലെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഓർമ്മയാണ് ചരിത്രം. സഭയുടെ ചരിത്രം എന്തിനു പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ, സഭയുടെ ചരിത്രം പഠിക്കുന്നത് സഭയെ ദൈവം നടത്തിയ വഴികളെ തിരിച്ചറിയുന്നതിന്, സഭയുടെ ജീവിതത്തിലെ ദൈവം നടത്തിപ്പിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. സന്ദർഭികമായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇസ്രായേൽ ജനത്തിന്റെ പെസഹ ആചരണത്തിന്റെ സമയത്ത് ആ പെസഹ മീലിൽ, പാസ്ഓവർ മീലിൽ ഓരോ കുടുംബത്തിലെയും എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി പെസഹയുടെ മേലിൽ, സെറമോണിയൽ മേലിൽ ഇരിക്കാൻ അനുവാദമുള്ളത് 12 വയസ്സ് കൂടുതൽ പ്രായമുള്ള ആണുങ്ങൾക്കാണ്. സ്ത്രീകളിൽ 2ാമത്തെ റൗണ്ടിലായിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ ഇരിക്കുന്ന 12 വയസ്സിന് മുകളിൽ പ്രായമുള്ള, ഏറ്റവും പ്രായമുള്ള പുരുഷന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ ആ കൂട്ടത്തിലിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ആളോട് 3-4 ചോദ്യങ്ങൾ ചോദിക്കും. ഈ ചോദ്യങ്ങളൊക്കെ ഈ പാസ്ഓവർ മീലിൽ നടത്തി സംബന്ധിച്ച്, എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും നമ്മൾ അപ്പം പുളിപ്പുള്ളത് ഭക്ഷിക്കുന്നു, ഇന്ന് മാത്രം എന്തുകൊണ്ട് പുളിപ്പില്ലാത്തത് ഭക്ഷിക്കുന്നു, അങ്ങനെ ആ ഭക്ഷണം സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷെ മറുപടി വരുന്നത് ഭക്ഷണത്തെ കുറിച്ചല്ല. എന്റെ പിതാവ് ദേശാന്തരിയായ ഒരു അരാമനായിരുന്നത് പറഞ്ഞ് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ച നാൾ മുതൽ അന്നോളം ഉണ്ടായ ദൈവ നടത്തിപ്പിനെ കുറിച്ച്, ഇസ്രായേലിന്റെ ചരിത്രത്തിലുണ്ടായ സംഭവങ്ങളിലൊക്കെയും ദൈവം അവരെ വഴി നടത്തിയതിനെ കുറിച്ച് നീണ്ട ഒരു നറേറ്റീവാണ് പിന്നെ അവിടെ ഉണ്ടാകുന്നത്, ഒരു നറേഷനാണ് അവിടെ ഉണ്ടാകുന്നത്. അത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ദൈവ നടത്തിപ്പിനെ അനുസ്മരിക്കുവാൻ അവരുടെ ഒരു താല്പര്യമാണ് കാണിക്കുന്നത്. മലങ്കര സഭയുടെ ഈ കാതോലിക്ക ദിനം നമ്മൾ ആചരിക്കുമ്പോൾ നമ്മളും ചെയ്യേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഞാൻ കരുതുന്നു. ഇസ്രായേലിന് സ്വതന്ത്രമായിരിക്കുവാൻ ദൈവം നിയോഗിച്ച കനാനാട്ടിലേക്ക് ഇസ്രായേൽ ജനത നയിക്കുന്നു. നമ്മുടെ സഭയുടെ പിതാക്കന്മാർ നേടാൻ ശ്രമിച്ചത് തന്നെയാണ്. എനിക്ക് മുമ്പ് 15-16 നൂറ്റാണ്ടില് കത്തോലിക്ക സഭയുടെ അടിമത്തം, അർച്ചുബിഷപ്പ് ഫ്രാൻസിസിന്റെ 1999 ഉദയപുരം സെന്റ് കത്തോലിക്ക സഭയുടെ അടിമത്തം വന്നു. 1653 നമുക്കറിയാം. ഒരു സത്യം, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു വിദേശ ശക്തിക്കെതിരെ കളക്റ്റീവായി ഇന്ത്യൻ സമൂഹം നടത്തിയ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമായിരുന്നു 1653 കൂനക്കുരിശ് സത്യം. അത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വിദേശ ആന്റി കൊളോണിയൽ സ്ട്രഗിൾസ്, the first among the anti-colonial struggles in the history of India was കുനക്കുരിശ്. അവിടെ മുതൽ സ്വത്വം, സ്വാതന്ത്ര്യം ഇത് രണ്ടും സംരക്ഷിക്കുവാനുള്ള മലങ്കര സഭയുടെ പിതാക്കന്മാരുടെ താല്പര്യം, മലങ്കര സഭയിലെ നമ്മുടെ മുൻഗാമികളുടെ ആൻസസ്റ്റേഴ്സിന്റെ താല്പര്യം, അവ എല്ലാ കാലത്തും തെളിഞ്ഞ നിന്ന ഒന്നാണ്. ഈ കാതോലിക്കാലത്തിൽ നമ്മൾ ഓർക്കേണ്ടത് തന്നെയാണ്. മോശയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ സഭയുടെ സത്യവിശ്വാസം സംരക്ഷിക്കുവാൻ, ഈ സഭയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാൻ, ഈ സഭയുടെ സ്വയംഭരണവും സ്വയം ശീർഷകത്വവും സംരക്ഷിക്കുവാൻ, ഈ സഭയുടെ പൂർണ്ണമായ ഉള്ള ഒരു ഐക്യം സംരക്ഷിക്കുവാൻ സഭയുടെ പിതാക്കന്മാർ എല്ലാ കാലത്തും തങ്ങളുടെ ജീവനെ പോലെ തടവെടുത്തുകൊണ്ട്, തങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങളെ മുഴുവൻ തടവെടുത്തുകൊണ്ട്, തങ്ങൾക്കുള്ളതിനെ എല്ലാത്തിനെയും തടവെടുത്തുകൊണ്ട് അവരെ നിന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കാരണവന്മാർ. അങ്ങനെ
ഐഡന്റിറ്റിയുള്ള സഭയാണ്. 1934 ഭരണഘടന വളരെ യുണീക്കാണ്. ആ ഭരണഘടനയിൽ 2 സഭയുടെ അടിസ്ഥാന തത്വങ്ങൾ 2 ബ്ലൻഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, സഭയുടെ പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വങ്ങളിൽ ഒന്ന് അപ്പോസ്തലിക് സക്സഷൻ. അപ്പോസ്തലിക് സക്സഷൻ എന്ന് പറഞ്ഞാൽ അത് പൗരോഹിത്യത്തിലൂടെയുള്ള ഒരു സക്സഷൻ മാത്രമല്ല, എപ്പിസ്കോപ്പസിയിലൂടെയുള്ള സക്സഷൻ മാത്രമല്ല, കണ്ടിന്യൂറ്റി ഓഫ് അപ്പോസ്തലിക് ഫെയ്ത്ത്. അപ്പോസ്തലിക വിശ്വാസത്തിൽ വ്യതിചലിക്കാതെ നിലനിർത്തുകയായിട്ടുള്ളത്. അപ്പോസ്തലിക പാരമ്പര്യം, പൗരോഹിത്യ പാരമ്പര്യം പിന്തുടരുകയായിട്ടുള്ളത്. രണ്ടാമത്തേത് ദി അക്സെപ്റ്റൻസ് ഓഫ് ദ പീപ്പിൾ. ജനാധിപത്യം എന്ന വാക്ക് ഞാൻ ഒതുക്കുന്നില്ല. ജനത്തിന്റെ അംഗീകാരം, സഭയുടെ ഭരണ സംവിധാനത്തിന് ജനത്തിന്റെ അംഗീകാരം. അത് കഴിഞ്ഞ് അന്ത്യോക്യൻ ബന്ധം വന്നു. ഇവിടെയൊക്കെ അല്ലെങ്കിൽ അതിനിടയിൽ അന്ത്യോക്യൻ ബന്ധം വന്നു. ഇവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തെയും അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിന്റെ താല്പര്യങ്ങളെ ദൃഢവൽക്കരിച്ചുകൊണ്ട് നിൽക്കുവാൻ, മോശയുടെ സ്ഥാനത്തിരിക്കുവാൻ, മോശയുടെ നേതൃത്വം, മോശ തരത്തിലുള്ള നേതൃത്വം നൽകുവാനായിട്ട് സഭയുടെ പിതാക്കന്മാരുണ്ടായിരുന്നു. ഇവരൊക്കെ നൽകിയ നേതൃത്വം, അവരോടൊപ്പം നിന്ന് നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ കാരണവന്മാർ നടത്തിയ ത്യാഗം, ഇതാണ് ഈ സഭയുടെ ഓർമ്മ. ഹിസ്റ്ററി ഇസ് ദ മെമ്മറി ഓഫ് ദ ചർച്ച്. വീണ്ടും ആവർത്തിക്കാം, ആ ഓർമ്മയാണ് നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നത്. ഈ സഭയുടെ സ്വയം ഭരണം നിലനിർത്തുവാൻ, ഈ സഭയുടെ സ്വയം ശീർഷകത്വം നിലനിർത്തുവാൻ നമ്മുടെ പിതാക്കന്മാർ എങ്ങനെയാണ് ദൈവത്താൽ നിവേശിതമായി പ്രവർത്തിച്ചത് എന്നുള്ളത് ഒന്ന് പഠിക്കാനായിട്ട് സഭയുടെ ചരിത്രം, ആ ഒരു കാഴ്ചപ്പാടിൽ പഠിക്കുന്നത് നല്ലതായിരിക്കും. വളരെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, സഭയുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളുടെ ഓരോന്നിനും ദൈവതമ്പുരാന്റെ കരുണയാൽ നമ്മുടെ സഭയുടെ പ്രാർത്ഥിക്കുന്ന, എല്ലായ്പ്പോഴും ദൈവസംസർഗം നടത്തുന്ന പിതാക്കന്മാർ അവിടെ എഴുന്നേറ്റിട്ടുണ്ട്. നമുക്ക് പ്രതികൂലമായി ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ പോലും അനുകൂലമാക്കുന്ന ദൈവകൃപ ധാരാളമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ ശക്തി തരുന്ന ടോളറേറ്റ് ചെയ്യാമോ? പ്ലീസ്, ശക്തി തരുന്നുണ്ടായിരിക്കും. എനിക്കറിയാം, യു ആർ നോട്ട് എൻജോയ്, യു കനോട്ട് എൻജോയ് ബിക്കോസ് യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. ബട്ട് കൈൻഡ്ലി ബി ഡിസിപ്ലിൻ ആൻഡ് ടോളറേറ്റ്, ബി ഫോർ സംഘം. ഒരു ചെറിയ ഉദാഹരണം മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കാം. ഇവിടെ ബ്രിട്ടീഷ് CMS മിഷണറിമാരുടെ റീഫോർമേഷൻ എന്ന ആശയം മലങ്കര സഭയ്ക്കകത്ത് കൊടുങ്കാറ്റായി വീശി തുടങ്ങിയ കാലഘട്ടത്തിൽ അന്ത്യോക്യയിലുള്ള പാത്രികീസുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കുക എന്നുള്ളതാണ് അതിനെ അതിജീവിക്കാൻ ഏറ്റവും നല്ല ഉപാധി എന്ന് കരുതിയ കോഴിക്കോട്ടിൽ ജോസഫ് തിരുമേനി, ദീവനാസ് അഞ്ചാമൻ തിരുമേനി അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം അന്ത്യോക്യയിലെ പത്രോസ് പാത്രികീസ്, പരിശുദ്ധ പത്രോസ് തൃതീയൻ പാത്രികീസ് 1875 ഇവിടെ വന്നു. 76 അദ്ദേഹം സ്വലമദോസ് നടത്തി. അത് കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ 6 മേൽപ്പെട്ടക്കാരെ വാഴിച്ചു. അതുവരെ ഉണ്ടായിരുന്ന ഒറ്റ മേൽപ്പെട്ടക്കാരൻ മലങ്കര മെത്രാപ്പൊലീത്ത, മലങ്കരയ്ക്ക് ഒറ്റ മെത്രാപ്പൊലീത്ത, ആ മെത്രാപ്പൊലീത്തയുടെ കീഴിൽ ഭംഗിയായിട്ട് മലങ്കര സംവിധാനങ്ങൾ നിവർത്തിക്കപ്പെട്ടിരുന്നപ്പോൾ പത്രോസ് പാത്രികീസിന്റെ പ്രത്യേകമായ ഗൂഢലക്ഷ്യത്തിൽ 6 മെത്രാപ്പൊലീത്തമാരെ ഇവിടെ വാഴിച്ച് മലങ്കര മെത്രാപ്പൊലീത്ത എന്ന സ്ഥാനം വിരാടിച്ചിട്ടുണ്ട്. 7 ഭദ്രാസനങ്ങളായി മലങ്കര സഭയിൽ വിഭജിച്ചിട്ട് ഈ 7 ഭദ്രാസനങ്ങളെ പരിശുദ്ധനായ പരിമല തിരുമേനി ഉൾപ്പെടെ, പരിമല തിരുമേനി അവരുടെ ഏറ്റവും ചെറുപ്പക്കാരനായിരുന്ന 29 വയസ്സുകാരൻ കൊച്ചു മെത്രാനായിരുന്നു. പരിശുദ്ധ പരിമല തിരുമേനി ഉൾപ്പെടെ വനാട്ട് യൂലിയോസ്, ഇന്ന് നമ്മൾ ഓർമ്മ അനുസരിച്ച വനാട്ട് യൂലിയോസ് ഏറ്റവും മൂത്തതും പരിശുദ്ധ പരിമല തിരുമേനി ഏറ്റവും ഇളയതുമായി 6 പേരെ വാഴിച്ചു. എന്നിട്ട് മലങ്കര സഭയെ 7 ഭദ്രാസനങ്ങളായി കൊല്ലം മുതൽ അങ്ങ് കൊച്ചി വരെ 7 ഭദ്രാസനങ്ങളായി വിഭജിച്ച് ഈ സഭയുടെ ഭരണം 7 മെത്രാപ്പൊലീത്തമാരെ ഏൽപ്പിച്ചിട്ട് അവർക്ക് കൽപ്പനകൾ കൊടുത്തു. നിങ്ങൾ പരസ്പരം സമന്മാരായതുകൊണ്ട് പരസ്പരം ആലോചിച്ച് ഭരിക്കേണ്ടതില്ല, എല്ലാ കാര്യങ്ങളും എന്നെ നേരിട്ട് അറിയിച്ച് നിങ്ങൾ ഭരിച്ചാൽ മതി. ഇതിന്റെ ഒരു സെൻട്രൽ പൊസിഷൻ പാട്രിയാർക്കിന് മാത്രമാണ്. മെത്രാപ്പൊലീത്തമാരെല്ലാം സമന്മാരാണ്. മലങ്കര മെത്രാപ്പൊലീത്തയായിരുന്ന കോഴിക്കോട് ജോസഫ് ദീവനാസിനെ ഡീഗ്രേഡ് ചെയ്ത് തെക്കേ അറ്റത്തെ ഭദ്രാസനമായ കൊല്ലത്തേക്ക് വിട്ടു. അവിടെ വലിയൊരു പ്രതിസന്ധിയാണ് സഭയിൽ ഉരുട്ടുകൂടിയത്. ഈ സഭയുടെ സ്വയം ഭരണം, സ്വയം ശീർഷകത്വം, ഇതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വലിയൊരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യണമെന്നുള്ള അറിയാതെ കോഴിക്കോട് തിരുമേനി വല്ലാത്ത പ്രതിസന്ധിയിലായി, വല്ലാത്തൊരു പ്രയാസത്തിലായി. ആ പ്രയാസത്തിലായപ്പോ ദൈവം തന്നെ പരിശുദ്ധത്തിലൂടെ മലങ്കര സഭയിൽ പ്രവർത്തിച്ചു. നിങ്ങൾക്ക് എന്തുമാത്രം അതിനെക്കുറിച്ച് അറിവുണ്ടെന്ന് എനിക്കറിയില്ല. വെട്ടിക്കൽ തയ്യാറായി വളത്തുരുത്തിയിലെ വെട്ടിക്കൽ തയ്യാറായി പരിശുദ്ധനായ പരിമല തിരുമേനി 29 വയസ്സ് മാത്രമുണ്ടായിരുന്ന കൊച്ചു മെത്രാച്ചൻ കൂടെ വാഴിക്കപ്പെട്ട മറ്റ് 5 പേരോടും പറഞ്ഞു, നമുക്ക് ഭദ്രാസന ഭരണം ഏറ്റെടുക്കുന്നതിന് മുൻപ് 40 ദിവസം വെട്ടിക്കൽ തയ്യാറായി ഉപവസിച്ച് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയുടെ അവസാനം നമുക്ക് ഭദ്രാസനങ്ങളിൽ പോയി ചുമതലയേൽക്കാം. എല്ലാവരും വിവേകിയായ ആ കൊച്ചു മെത്രാച്ചന്റെ പരിശുദ്ധ പരിമല തിരുമേനിയുടെ അഭിപ്രായം സ്വീകരിച്ചു.
40 ദിവസം വെട്ടിക്കൽ തയ്യാറായി അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഓരോ ദിവസവും ഈ സഭയെക്കുറിച്ചും സഭയുടെ ജീവിതത്തിൽ സഭയുടെ നടത്തിപ്പ് ക്രമത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകളെ കുറിച്ചും ഈ സഭയുടെ പാരമ്പര്യത്തെ കുറിച്ചും ഈ സഭയുടെ സ്വയംഭരണവും സ്വയം ശീർഷകത്വവും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും വിവേകിയായ പരിശുദ്ധ പരിമളത്തിന് വേണ്ടി തന്നെക്കാൾ മുതിർന്ന പ്രായത്തിൽ മുതിർന്ന മെത്രാപ്പൊലീത്തമാരോട് തുടർച്ചയായി ധ്യാന പ്രസംഗങ്ങളോട് സംസാരിച്ചു. 40-ാം ദിവസം അവർ ഒരുമിച്ച് കൂടി പുലിക്കോട്ട് ജോസഫ് ദിവനാസ്യോസ് തിരുമേനിയെ ദിവനാസ്യോസ് അഞ്ചാമൻ മലങ്കര മെത്രാപ്പൊലീത്തായി തങ്ങളുടെ മേലധികാരിയായി അംഗീകരിക്കുന്ന ഉടമ്പടി ഒപ്പിട്ട് കൊടുത്തു. പരിശുദ്ധ പത്രോസ് പാത്രീസ് എന്ത് കുൽസിത താല്പര്യത്തിനാണോ ഇവിടെ അവരെ വാഴിച്ച് നിയമിച്ചത്, അത് വലിയ പ്രതിസന്ധി ഉണ്ടാകാമായ ഒരു സാഹചര്യത്തിൽ നിന്ന് എപ്പിസ്കോപ്പമാർ മെത്രാപ്പൊലീത്തമാർ ഒരു മേൽപ്പെട്ടക്കാർ ഒരുമിച്ച് കൂടി കൂട്ടായ ഉത്തരവാദിത്വത്തോടുകൂടി ആലോചിക്കുന്ന സിനഡ് സംവിധാനം പരിശുദ്ധ സുന്നഹദോസ് എന്ന സംവിധാനത്തിന്റെ ആദ്യ രൂപം അവിടെ ഉരുത്തിരിക്കുകയാണ്. പ്രതികൂലതകളിൽ നിന്ന് ദൈവം ഒരു വിശുദ്ധനിലൂടെ മലങ്കര സഭയിൽ ഇടപെട്ട് വളരെ അനുകൂലമായ വളരെ സഭയുടെ പിന്നീടുള്ള വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി മാറിയ ഒരു സുന്നഹദോസ് സംവിധാനം അവിടെ രൂപീകൃതമായി. അതിന്റെ ആദ്യ രൂപം അവിടെ രൂപീകൃതമായി. ഈ 6 പേരും വ്യത്യസ്തമായി വ്യതിരിക്തമായി തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഭദ്രാസനം നേരിട്ട് പത്രോസ് പാത്രീസിനോട് മാത്രം വിധേയത്വം കാണിച്ചുകൊണ്ട് നേരിട്ട് കാര്യങ്ങൾ അങ്ങോട്ട് ആലോചിക്കുകയും അങ്ങോട്ട് റഷീദ് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന രീതിയിൽ ചെയ്യണമെന്നുള്ള പാത്രീസിന്റെ കൽപ്പനയും ഒക്കെ മലങ്കര സഭയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, അതല്ല മലങ്കര സഭയ്ക്ക് നന്മ എന്ന് തിരിച്ചറിഞ്ഞിട്ട് പരിശുദ്ധ പരിമളത്തിലൂടെ ദൈവം പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച ആ പ്രവർത്തനത്തിന്റെ ഫലമായി അവർ ഒരുമിച്ച് ചേർന്ന് പത്രോസ് പാത്രീസ് റാഡിക്കേറ്റ് ചെയ്ത തള്ളിക്കളഞ്ഞ നശിപ്പിക്കാൻ ആഗ്രഹിച്ച മലങ്കര മെത്രാപ്പൊലീത്ത എന്ന സ്ഥാനിയോട് വിധേയത്വം പ്രഖ്യാപിച്ച് ഉടമ്പടി കൊടുത്തു. വെട്ടിക്കൽ തയ്യാറാക്കിയതാണ് സംഭവം. അവിടെ മുതലാണ് മലങ്കര സഭയിലെ ഈ ഒരു വളർച്ചയുടെ പ്രധാനപ്പെട്ട ഘട്ടം ഉണ്ടാകുന്നത്. സഭയുടെ നാശത്തിന് വേണ്ടി അല്ലെങ്കിൽ സഭയെ മുഴുവനായി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിദേശ ശക്തി, ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്, വിദേശ ശക്തി നടത്തിയ പ്രവർത്തനത്തെ പോലും നേരെ തിരിച്ച് ദൈവാത്മ പ്രവർത്തനത്താൽ ഒരു വിശുദ്ധനോടെയുള്ള ദൈവാത്മ പ്രവർത്തനത്താൽ നേരെ തിരിച്ച് സഭയുടെ വളർച്ചയ്ക്ക് ഉതകുന്ന ഒരു മുഖാന്തരമായി മാറ്റാൻ ദൈവം തമ്പുരാന് സാധിച്ചു. അത് പ്രാർത്ഥനയുടെ നിറവിൽ അവരെടുത്ത തീരുമാനമാണ്. ഈ പ്രാർത്ഥനയുടെ നിറവാണ് ഇന്നും സഭയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ സഭയുടെ ചരിത്രത്തിന്റെ ഓരോ ഘട്ടത്തിലും വളരെ ചെറുതായ ഈ സഭ ലോകത്തെ മറ്റു സഭകളെ വെച്ച് നോക്കുന്നത് വളരെ ചെറുതാണ്. ഈ സഭയുടെ ചരിത്രത്തിന്റെ ഓരോ ഘട്ടത്തിലും ഈ സഭയുടെ ചരിത്രം എന്ന വാക്കിൽ വിജയിക്കുന്നില്ല. ഈ സഭയുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ദൈവത്തിന്റെ നടത്തിപ്പ് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അറിയാം. സഭയുടെ ചരിത്രം എന്തിന് പഠിക്കുന്നു എന്ന് ചോദിക്കുന്ന സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളോട് എനിക്ക് ഒരു മറുപടിയേ ഉള്ളൂ. സഭയുടെ ചരിത്രമല്ല, സഭയുടെ ജീവിതമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സഭയുടെ ചരിത്രമല്ല, ഈ സഭയുടെ ജീവിതമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ സഭയിലൂടെ ദൈവം നടത്തിയ ദൈവിക ഇടപെടലുകളുടെ അനുഭവങ്ങളുടെ ഓർമ്മയാണ് നിങ്ങൾ പങ്കുവെക്കേണ്ടത്. അതാണ് നിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടത്. അതാണ് നിങ്ങളെ സഭയോടുള്ള സ്നേഹത്തിൽ ഉറപ്പിക്കേണ്ടത്. അതാണ് നിങ്ങളെ സ്വത്വബോധത്തിന്റെ അടിത്തറകളിൽ ഉറപ്പിക്കേണ്ടത്. അതാണ് നിങ്ങളെ ഈ സഭയുടെ സ്വയംഭരണവും സ്വയം ശീർഷകത്വവും ദൈവത്താൽ നൽകപ്പെട്ടതാണെന്നും ദൈവനിവേശിതമാണെന്നുള്ള ബോധ്യത്തിൽ ഉറപ്പിക്കേണ്ടത്. ചരിത്രം എന്നത് ഒരു ടൈം ഫ്രെയിമിനകത്ത് ഷെൽവി ചെയ്ത ഇവന്റ്സിന്റെ നറേഷനായിട്ട് കാണുന്നതുകൊണ്ടാണ് പ്രശ്നം. അതങ്ങനെയല്ല. Repeating history is the memory of the church. History is the memory of the church, especially about the divine interference in the life of the church. കാതോലിക്ക സന്ദേശം നമുക്ക് നൽകിയ ബഹുമാനപ്പെട്ട ജോസഫ് ജേക്കബ് അച്ഛനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. കാതോലിക്ക ദിന ഖബർ വിതരണോദ്ഘാടനമാണ്. ആയതിലേക്ക് ബഹുമാനപ്പെട്ട 3 വൈദിക ശ്രേഷ്ഠരെ ഒപ്പം ഖബർ സ്വീകരിക്കാനായി മുൻ മലങ്കര മാനേജിംഗ് കമ്മിറ്റി മെമ്പർ ബഹുമാനപ്പെട്ട ശ്രീ കോശി ജേക്കബിനെ ക്ഷണിക്കുന്നു. ആശംസാ പുരസ്കാരത്തിനായി നമ്മുടെ ഇടവകാശ വികാരി വന്ധ്യ ഷെറിൻ പ്രൊഫസറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവനാമം ബന്ധപ്പെട്ടെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന സഹോദരനെ ബലിയോഷായിരിക്കുന്ന യോഗാധ്യക്ഷൻ അതിനായ യോഗീശ്വരനാമച്ചൻ കാതോലിക്ക
ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഈ അനുഗ്രഹിക്കപ്പെട്ടതായ മുഖ്യ സന്ദേശം നൽകിയ നാഗ്പൂർ സെമിനാരി പ്രിൻസിപ്പൽ കൺവീനറായ ഡോക്ടർ ജോസി ലിംഗബച്ചൻ, ഇടവക ട്രസ്റ്റി, ഇടവക സെക്രട്ടറി, സഭാനുഷ്ഠിക്കുന്ന അംഗങ്ങൾ, CC പ്രതിനിധി, കർത്താവിനെ സഹോദരങ്ങളെ, ദീർഘമായ പ്രസംഗമൊന്നും നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം സമയത്തിൻ്റെ പരിമിതി. സഭയെ സംബന്ധിച്ച് വളരെ ശ്രേഷ്ഠമായി വേർതിരിച്ചിരിക്കുന്ന ഒരു ദിവസമാണുള്ളത്. സഭയുടെ 111ാമത് കാതോലിക്ക ദിനാഘോഷത്തിലേക്ക് നാമൊക്കെയും ചേർന്ന് വരുമ്പോൾ നമ്മൾ വായിച്ചു കേട്ട ഇവരുടെ വേദഭാഗവും നമ്മളെ പഠിപ്പിക്കുന്നത് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ച ഒരുവനും അന്ധതയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്ന ഒരു മനുഷ്യന്റെ ചിത്രവുമാണ് ഈ സഭയുടെ ചരിത്രത്തിലും നിലനിർത്തണമെന്ന് നമുക്ക് ബോധ്യപ്പെടും. വായിച്ചു കേട്ട വിശുദ്ധ ഭാഗം വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിൽ പിറവിയിൽ തന്നെ ഗുരുടനായിരുന്നവന്റെ കണ്ണുകളെ കർത്താവ് തുറക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ പ്രകാശം ലഭിച്ചു. പ്രകാശത്തിലേക്ക് അവൻ വന്നു. ജനങ്ങളുടെ മുമ്പിൽ അവൻ ഒരു സാക്ഷിയായിട്ട് നിന്നിട്ട് ജനങ്ങൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിന്റെ കണ്ണ് തുറന്ന മനുഷ്യൻ ഒരു പാപിയാണെന്ന് നിങ്ങൾക്കറിയാം. അവൻ പാപി തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്ന വാക്കുണ്ട്, അവൻ പാപിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഒന്നെനിക്കറിയാമായിരുന്നു, ഞാൻ അന്ധനായിരുന്നു, ഇന്ന് ഞാൻ കാഴ്ചയുള്ളവനായിരുന്നു. മലങ്കരയെ സംബന്ധിച്ച് നമുക്ക് പറയുവാൻ കഴിയുന്ന ഒരു വലിയ വാക്കുണ്ടാവാം. കർത്താവിന്റെ സുവിശേഷമാകുന്ന പ്രകാശം ഏറ്റിക്കൊണ്ട് മർത്തോമാസികമായ 22-ൽ മലങ്കരയുടെ മണ്ണിലേക്ക് ഇറങ്ങി വന്ന മലങ്കരയിലെ മക്കൾ അന്ധകാരത്തിലായിരുന്നവർക്ക് വെളിച്ചത്തിന്റെ ദീപം പകർന്ന ദൈവ സാന്നിധ്യത്തിൽ നിറവിലേക്ക് അവരെ നയിച്ചു. ഒറ്റക്കൂട്ടമായി ഒരു ജനസംഭാഗമായി ദൈവാരാധനയിൽ ദൈവികമായ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ നടന്നിരുന്ന സഭ കാലാകാലങ്ങളുള്ള വൈദേശിക ആക്രമണത്തിൽ പല കഷ്ണങ്ങളായി ഒഴിക്കപ്പെട്ടു എന്നുള്ളത് ചരിത്ര സത്യം. ബഹുമാനപ്പെട്ട ജോസഫിനെ ഓർമ്മിപ്പിച്ചു. മലങ്കര നസ്രാണികളുടെ പോരാട്ട വീര്യവും മലങ്കര നസ്രാണികളുടെ ചുറ്റുബോധവും ഒക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ മായിക്കാൻ പാടുവാൻ പാടില്ലാത്തതായ മുദ്രകൾ പതിപ്പിച്ച സംഭവമാണ്. 16-ാം നൂറ്റാണ്ടിൽ വരവോടുകൂടി അന്ത്യോക്യ സഭ്യമായ ബന്ധമുണ്ടാകുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ആദ്യകാലങ്ങളിലൊക്കെയും ഒരുമിച്ച് പോയിരുന്നു മലങ്കര സഭ. പല പ്രതിസന്ധികളിലൂടെ ഈ സഭ കടന്നുപോയിട്ടുണ്ട്. ക്രൈസ്തവ സമൂഹം കടന്നുപോയിട്ടുണ്ട്. പല പീഡനങ്ങളിലൂടെ വേദവിരീതികളുടെ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ മുറുകെ പിടിച്ചിരുന്ന രാശി കർത്താവിന്റെ പ്രകാശത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പോയ ഒരു സഭയാണ് നമ്മുടെ സഭ. പല പ്രതിസന്ധികളുണ്ടായി, നവീകരണമുണ്ടായി, പലതരത്തിലുള്ള പ്രതിബന്ധങ്ങൾ, കേസ്, കൂട്ടങ്ങൾ ഓരോന്നും ഉണ്ടായപ്പോൾ ഈ സഭ പൊള്ളിപ്പോയി. സഭ പൂർവാധികം ശക്തിയോടെ മുമ്പിലേക്ക് ഉയർന്നു വന്നു. ഇത് ആഗോളതലത്തിൽ ഈ സഭ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പിതാക്കന്മാരൊക്കെയും അവർ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് എന്ന് ദിവാൻകൂടെ ചിന്തിക്കാൻ നമുക്ക് കഴിയാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ദിവസത്തിൽ കേവലം ഒരു ആഘോഷം മാത്രമല്ല, ഈ സഭ എൻ്റെ സഭയാണ്, എൻ്റെ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ, അതിൻ്റെ തലവനായിരിക്കുന്ന കർത്താവ് ആ വലിയ സാക്ഷ്യം നഷ്ടപ്പെട്ടു പോകാത്തൊരു സമൂഹമായി ഇന്ന് നാം നിലനിൽക്കുവാൻ ആവശ്യമാണ്. മൂല്യശുദ്ധി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ മലങ്കര സഭയുടെ ഓരോ മക്കളും ദൈവിക സുവിശേഷത്തിന്റെ വാഹകരായി തീർന്നെങ്കിൽ മാത്രമേ ക്രൈസ്തവതയ്ക്ക് മാനമുണ്ടാകുകയുള്ളൂ എന്നുള്ളത് പറഞ്ഞു. നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വൈദികരെ വാർത്തെടുക്കുന്ന ശില്പിയും നാഗ്പൂർ സെമിനാരിയുടെ പ്രിൻസിപ്പലും ഇന്നത്തെ നമ്മുടെ ഈ കാതോലിക്ക ദിനാചരണത്തിന്റെ മുഖ്യ അതിഥിയുമായ ജോസിയച്ചൻ, ഇടവികാരി ഗീർവൈസ് എബ്രഹാം അച്ഛൻ, സഹവികാരി ഷെർണച്ചൻ, ഇടവക ട്രസ്റ്റി സെക്രട്ടറി റോജൻ, മലങ്കര സഭാ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ KP മാത്യുച്ചൻ, IDC കോർഡിനേറ്റർ ജോൺ കുര്യാക്കോസ്, പ്രിയമുള്ള വിശ്വാസികളുടെ സമൂഹത്തിൽ സന്തോഷത്തിന്റെയും ഉത്സവത്തിന്റെയും പ്രതീതിയിലാണ് ഇന്നത്തെ ദിവസം. എനിക്കറിയാം ഇവിടെ എന്റെ കർത്തവ്യം ഒരു വാക്കിൽ ആശംസ അർപ്പിച്ചു പോവുക എന്നുള്ളതാണ്. എങ്കിലും
എനിക്ക് മുമ്പ് പിതാക്കന്മാർ പറഞ്ഞ വാക്കുകളെ പോലെ നമ്മുടെ സഭയുടെ കാഴ്ചപ്പാടുകളെ പറ്റി 2 വാക്കുകൾ പറയാൻ പോകുമ്പോൾ അത് തെറ്റായി പോകുന്നതിനാൽ ഞാൻ 2 വാക്കുകൾ പറഞ്ഞ് എത്രയും പെട്ടെന്ന് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. മലങ്കര സഭ എന്ന് പറയുമ്പോൾ, മലങ്കര സഭയുടെ കാതോലിക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നത് ഈ ഒരു കൊടിയേറി കണ്ണകടുവ സൗണ്ടോടി എൻഗേജിങ് കാതോലിക്കോസ് എന്ന് വിളിക്കുന്നത് മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാഠം കൊടുക്കേണ്ടത് അതല്ല. അതോടൊപ്പം തന്നെ ഉത്സവവും ആഘോഷങ്ങളും വേണം. പക്ഷേ സഭയുടെ വിശ്വാസവും തീഷ്ണതയും നമുക്ക് മുറുകിപ്പിടിക്കുവാൻ സാധിക്കണം. മലങ്കര ക്രിസ്ത്യാനികളുടെ പൈതൃകം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ പിതാക്കന്മാർ ഒഴുകിയ വിയർപ്പും രക്തവും കണ്ണുനീരും നമ്മൾ മറക്കരുത്. അവരെ ഓർക്കുവാനും അവരെ അനുസ്മരിക്കുവാനും നമുക്ക് കിട്ടുന്ന ഈ അവസരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അവസരമാക്കി തീർക്കണം. നമ്മൾ നേടിയെടുത്ത നമ്മുടെ ധൈര്യത്തോട് ഈ വേദിയിലേക്ക് പോലും കിട്ടുവാൻ സാധിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തെ നേടിയിട്ടുള്ളത് വടശ്ശേരി തിരുമേനിയെ പോലെ എനിക്ക് എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും എന്റെ സഭയാണ് വലുതെന്ന് പറഞ്ഞ നമ്മുടെ പിതാക്കന്മാരാണ്. ആ പിതാക്കന്മാരുടെ ഓർമ്മകളാണ് നമ്മളെ നയിക്കേണ്ടത്. പുതുതലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് അതാണ്. ഈ ഇരിക്കുന്ന കൊച്ചു മരുന്നുകൾ അവർക്ക് ഈ മലങ്കര സഭയുടെ കാതോലിക്ക ദിനം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് കൊടി പിടിച്ചുകൊണ്ട് ജയ് കാതോലിക്കോസ് വിളിക്കുന്നത് മാത്രമാണ് ഇപ്പോൾ. കാരണം നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സഭയുടെ ചരിത്രം പഠിക്കണം, മലങ്കര നസ്രാണിയുടെ പൈതൃകം പഠിക്കണം, പാരമ്പര്യം പഠിക്കണം. 1950 വർഷങ്ങൾക്ക് മുമ്പ് മർത്തോമാ ശ്ലീഹ ഇവിടെ എത്തിയതിന്റെ 1950-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് നമ്മൾ അഭിമാനത്തോടെ പറയുവാൻ സാധിക്കണം, മലങ്കര നസ്രാണി ആരുടെയും യുഗത്തിന്റെ അടിമകളല്ല. കാരണം ആരാധകൊണ്ട് കുരിശിൽ വടം കെട്ടി പ്രഖ്യാപിക്കാൻ അച്ഛനോട് ഓർമ്മിച്ചതുപോലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം നമ്മുടെ സഭയുടേതായിരുന്നു. അതേപോലെ ആദ്യത്തെ ഭരണഘടന നല്ല ചിട്ടയോടുകൂടി തിരഞ്ഞെടുത്ത ഒരു ഭരണഘടന നമ്മുടെ സഭയുടെ നന്ദി പറയുന്നു. നമ്മുടെ ഇടവകയുടെ മുൻ ട്രസ്റ്റി ഇപ്പോൾ മലങ്കര സഭാ മാനേജ് കമ്മിറ്റി മെമ്പറുമായിരിക്കുന്ന ശ്രീ മാത്യു KV ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹമാണ്. ഇവിടെ എനിക്ക് മുമ്പായി സംസാരിച്ച എല്ലാവരും കാതോലിക്ക ദിനത്തിൻ്റെ പ്രസക്തിയെപ്പറ്റി ശക്തമായി പ്രതിപാദിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. മലങ്കര നസ്രാണികളെ സംബന്ധിച്ച് പറഞ്ഞാൽ കൂലംകുരിശ് കൃത്യം തൊട്ട് നമ്മുടെ കാതോലിക്ക സിംഹാസനം സ്ഥാപിക്കുന്നതും അതുപോലെ സഭയ്ക്ക് വേണ്ടതായ ഒരു ഭരണഘടന ഉണ്ടാകുമ്പോഴും നമ്മുടെ സഭയെ സംബന്ധിച്ച് പറഞ്ഞാൽ മലങ്കര സംസ്ഥാനങ്ങൾക്ക് എന്നും ഓർക്കേണ്ടതായി പോകണം. അത് സ്ഥാപിച്ച ഒരേ ഒരു സഭ മാത്രമേ ഉള്ളൂ, മലങ്കര ഓർത്തഡോക്സ് സഭ. ഇനിയും വേറെ ഒന്ന് പറയാനുള്ളത്, ഈ വർഷത്തെ മലങ്കര സഭയുടെ ബഡ്ജറ്റ് 1064 കോടി രൂപയാണ്. പല സഹായ പദ്ധതികൾ പരിശുദ്ധ ബാബാജിന് പ്രഖ്യാപിച്ചു. എന്നാൽ ഇതെല്ലാം സമാഹരിക്കേണ്ടത് സഭയ്ക്ക് ഏകമായിട്ട് കാതോലിക്കായിട്ട് കിട്ടുന്ന ഏക വരുമാനം കാതോലിക്ക ദിനത്തിലുമാണ്. അത് സഭാമക്കൾ മറന്നു പോകരുത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സഭാമക്കൾ അകമഴിഞ്ഞ് കാതോലിക്ക ഭാഗമായിട്ട് സഹായം നീട്ടിക്കൊടുത്താൽ മാത്രമേ നമ്മുടെ ഈ ചെറിയ സഭ, അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം, അല്ലെങ്കിൽ മലങ്കരയുടെ വെളിയിൽ പോയിരിക്കുന്ന സഭാമക്കൾ മാത്രമുള്ള ഈ സഭ നിലനിൽക്കുകയുള്ളൂ. അതിനായിട്ട് എല്ലാവരും ഈ സംഭവത്തിൽ പങ്കെടുക്കണം. അതാണ് എനിക്ക് ആഹ്വാനം ചെയ്യുന്നത്. Yeah.
കത്തോലിക്കത്തിന് ആശംസകൾ അറിയിച്ച ബഹുമാനപ്പെട്ട